ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. ആദ്യം തന്നെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക, ബട്ടറും ചേർക്കുക. വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചേക്കല്ലേ. പിന്നെ അതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് വഴറ്റുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാൻ 1.5 സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, മുളക് പൊടി, മഞ്ഞൾ, ഗരം മസാല, അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും തന്നെ ഞാൻ പനീറൊക്കെ ക്യൂബ്സാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഇളം ചൂടുവെള്ളത്തിൽ. പനീറൊന്ന് സോഫ്റ്റ് ആവും. ആ നേരം കൊണ്ട് തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതിന് ശേഷം ഒരു വലിയ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്രേവി എത്രയാണ് വേണ്ടത് അതനുസരിച്ച് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 2 ബൗളോളം തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ കാഷ്യൂ പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവീൻ്റെ കളർ ആകെ ചേഞ്ചായി കുറേയും കൂടെ തിക്കാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ആ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കിലോ പനീറാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരി മേത്തിയാണ്. ഒരു പാനിൽ വെച്ചൊന്ന് ചൂടാക്കി കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്താൽ തന്നെ അത് പൊടിഞ്ഞു വരും. പിന്നെ ഫൈനലി നമ്മുടെ മല്ലിയില ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കാണാൻ തന്നെ എന്ത് ഭംഗിയാല്ലേ, ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ പനീർ ബട്ടർ മസാല ആയതുകൊണ്ട് ലാസ്റ്റ് ഞാനൊരു ബട്ടർ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി.